ഹലോ. അതെ നീലാവട്ടെ, ഇനിയൊരു വിറ്റുണ്ടേ. അമൃതനോടും ശീതളിനോടും അർജുൻ ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ട്. കോമഡിയാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. പണ്ട് മറ്റൊരു ഇതില്ലേ, ലോറിയിൽ ഡ്രൈവർ വരുമ്പോ പോലീസുകാരൻ ചോദിക്കും എന്താണ് ലോറിയിൽ, ഒരാൾ ലിഫ്റ്റ് ചോദിക്കും ഞാനും കൂടി പോന്നോട്ടെ. അപ്പൊ രണ്ടിനും ഡ്രൈവർ ഒരു ഉത്തരം പറയും, കയറ്. സിമിലർലി അർജുൻ പറയും അപ്പോ എന്നെ ഒത്തിരി ഇഷ്ടല്ലേ? കമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അനാഥയായി. പൊളിസാനം. ഈ പെമ്പിള്ളേര് ടെസ്റ്റിന് റിപ്ലൈ ചെയ്യല്ലേ, അതേപോലെയാണ് നമ്മുടെ അർജുനാണ് ഇവിടെ റോമിയോ. പെമ്പിള്ളേരൊക്കെ അർജുന്റെ പുറകെ. ഇഷ്ടായിട്ട് എന്താ എന്റെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാത്തെ? എന്റെ പൊന്നു ദൈവം, ഇവിടെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കാൻ. എടാ ഇവന് ഈ ചെവിയാണ്, മറ്റേ ചെവിയാണ് കേക്കില്ലേ? എനിക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്, പ്ലീസ്. അങ്ങനെ അമൃത ഒന്ന് സന്തോഷിച്ച് വരുമ്പോഴേക്കും അമൃത സൈക്കോ അത് തന്നെ നശിപ്പിക്കും. പിറ്റേ ദിവസം രാവിലെ അമൃത വീട് മൊത്തം പുകയിടും. അർജുൻ എന്നെ പുകച്ചു കൊല്ലാൻ പോണേ. മുറിയിലൊക്കെ പുകയിടുകയാ. എനിക്കിത് പറ്റില്ല, എടുത്തിട്ട് പോ. തലേദിവസം സ്നേഹത്തിലൊന്ന് പെരുമാറുമ്പോഴേക്കും ഈ സൈക്കോ അമൃത തന്നെ അതെങ്ങനെയെങ്കിലും നശിപ്പിക്കും. ഈ പുകയടിച്ച് എനിക്ക് തലവേദന വരും. അപ്പൊ അർജുൻ പറയും പുക അടിച്ചിട്ട് എനിക്ക് തലവേദന എടുക്കുന്നു. ഓൺ ദ സ്പോട്ട് അമൃത കഷായം കൊണ്ടുവരും. എന്താ ഇത്? എടാ നീ എന്താന്ന് വെച്ചിട്ട് അത് വാങ്ങിച്ച് കുടിച്ചത്? കുടിക്കുന്നതിന് മുമ്പ് നോക്കൂല ഇതെന്താന്ന്. കുടിച്ചിട്ടുണ്ട് ഇതെന്താ? ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കും, ഇവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടോ? മതി. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന അർജുന് അമൃത ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി കൊടുക്കും. ഉറക്കുളച്ചിരുന്ന് ഉണ്ടാക്കിയതാ കൊച്ചപ്പ്. ഇവൻ പറയണെന്താണെന്നറിയോ? എനിക്ക് അമ്മ ഉണ്ടാക്കുന്നത് ഇഷ്ടമെന്ന് അറിയില്ലേ? കള്ളപ്പന്നി. അവൻ ഉണ്ടാക്കൂല, അവൻ തിന്നണതിന് കുറ്റവും പറയും. അമ്മ ഇവിടെ ഇല്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കടാ പന്നി. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ആഹാരം മാത്രം മതി. നീ എന്നാ പട്ടിണി കിടക്ക്. അവന്റെ ഒരു ഇഡ്ഡലിയും ദോശയും അമ്മയുടെ. ഞാൻ തന്നെ അർജുന ആഹാരം ഉണ്ടാക്കി തരാം. ഞാൻ ജ്യൂസ് എടുക്കാം. എന്റെ പൊന്നു അമൃതയെ, പണി എടുക്കണ്ടെന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് ഈ കരയണേ? പണി എടുക്കണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പൊ നമ്മുടെ മുത്തശ്ശി അർജുനെ വിളയ്ക്കാൻ വേണ്ടിട്ട് അമൃതയ്ക്ക് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ടിപ്സ് കാണിക്കാൻ വേണ്ടിട്ട് അമൃത റൂം തുറന്ന് ചെന്ന് നോക്കുമ്പോ ആണ്ട്രാ നിക്കുന്ന ഷർട്ട് ഇടാത്ത അർജുൻ. ചായ കൊണ്ട് കൊടുത്തിട്ട് പ്രേമാദരമായി സംസാരിക്കണം. ഞാൻ പ്രേമാർദ്രമായിട്ട് സംസാരിക്കട്ടെ? അർജുനോട് എന്തിനാണേ ഞാൻ പ്രേമാർദ്രമായിട്ട് സംസാരിക്കട്ടെ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, പറഞ്ഞിട്ടാണെങ്കിലും പറയട്ടെ. എന്താണ് പ്രേമാർദ്രം? കേക്കട്ടെ. ഞാനും ചക്കിയും നല്ല കൂട്ടുകാരാ. അവക്ക് ഞാൻ പടം വരച്ചു കൊടുക്കും. ഇതാണോ പ്രേമാർദ്രം? ഈ തലയ്ക്ക് ഓളം എപ്പോ തുടങ്ങിയെന്ന? ഇവിടെ ഞാൻ അർജുനെ കുറ്റം പറയില്ല കേട്ടോ. പുറത്തു പോ, എനിക്കിവിടെ ജോലിയുണ്ട്. ഞാൻ എന്താണ് ജോലി 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 ഇതൊരു ജോലി ചെയ്യണേ കാണാനില്ല. എന്താ പ്രേമാർദ്രമായി സംസാരിച്ചത്? ചക്കിയും ഞാനും നല്ല ഇഷ്ടത്തിലാണെന്നും അമ്മൂമ്മ be like, ഇതാണോ പ്രേമാർദ്രം? മരക്കഴുത. പ്രേമാർദ്രം എന്ന് പറഞ്ഞപ്പോ ചക്കീനെ പറ്റി പറഞ്ഞു. നിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ തോട്ടിലെറിയണം. ഇനി ഞാൻ പുതിയ ഒരു കാര്യം പറഞ്ഞത്. മുത്തശ്ശി പിള്ളേരല്ലേ, അറിയില്ല, പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അമൃതയ്ക്ക് അർജുനെ വളയ്ക്കാൻ മുത്തശ്ശി പാചകത്തിലെ ടിപ്സ്, അതായത് ഉമ്രള ഉണ്ടാക്കുന്ന പോലത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കും. ഇത് ഉമ്രള കേൾക്കും. ഉമ്രള വിചാരിക്കും എന്ത്, അമൃത എന്നെയും മകനെയും തെറ്റിക്കാൻ നോക്കാണെന്ന് മനസ്സിൽ വിചാരിക്കും. ഓക്കെ, ആട്ടം തീരും മുമ്പ് കാൽ കുഴഞ്ഞു വീഴും അമൃത. അപ്പൊ അവിടെ ഒരു പോസസീവ്നെസ് വർക്കാവും. ഹർഷയും അമൃതയും ഒരേ ഭക്ഷണം വെവ്വേറെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു പാചക മത്സരം നടക്കാൻ പോവുകയാണ് നമ്മുടെ ദേശായി വീട്ടില്. മത്സരാർത്ഥികൾ വേറെ ആരുമല്ല, അമൃത, വർഷ, അഞ്ജലി. 3 പേരും ഉണ്ടാക്കേണ്ടത് വെജിറ്റബിൾ ബിരിയാണി. നീ തോറ്റ അത് മധുമതിയുടെ ജയമായിരിക്കും. ഉമ്രലാദേവി ഒന്നും പറയും, നീ എങ്ങാനും മത്സരത്തിൽ ജയിച്ചില്ലെങ്കിണ്ടല്ല, എന്റെ മരുമകളാ ജയിക്കേണ്ടത്. മര്യാദക്ക് ജയിച്ചോളാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മേൽനോട്ടം ഇല്ലാണ്ടാണ് ഈ പാചക മത്സരം നടത്തണേ? പാചകം ചെയ്യാൻ അറിയില്ലെന്ന് മുത്തശ്ശി അറിഞ്ഞോ? പാവം അച്ഛനെ എല്ലാരും കൂടി ആക്ഷേപിക്കില്ലേ? നമ്മുടെ വർഷ വന്ന ഇളയച്ചന്റെ പേര് പറഞ്ഞ് ഇമോഷണൽ സെന്റിമെന്റ്സ് ഇറക്കി അമൃതയുടെ മനസ്സ് മാറ്റി അമൃതേനെ കൊണ്ട് വർഷയ്ക്ക് ബിരിയാണി ഉണ്ടാക്കിക്കും. അവള് വരും മുമ്പ് എന്റെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, പിന്നെ അമൃതയുടെ ഉണ്ടാക്കിയ പോരെ. മത്സരത്തിൽ ജയിച്ചില്ലെങ്കിൽ ഉമ്രലാദേവി കൊല്ലുന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വരെ അമൃത അത് ചെയ്തു കൊടുക്കും. എന്തൊരു പാവം അമൃത. ഇങ്ങനത്തെ ആൾക്കാർ ലോകത്തുണ്ടായിരുന്നെങ്കിൽ ലോകം എന്നേ നന്നായനെ. നവീന പാചകം. ഇതും പറഞ്ഞ് വർഷ റൂമിൽ പോയി റെസ്റ്റ് എടുക്കും. അഞ്ജലി എന്ത് ചെയ്യും, റൂമിൽ പോയിട്ട് നളപാചകം ബുക്ക് വായിച്ച് പഠിക്കും എങ്ങനെ ബിരിയാണി ഉണ്ടാക്കണേ. മത്സരം കഴിഞ്ഞ് കഴിയുമ്പോൾ അഞ്ജലിയുടെ ഇതെന്ത് ഫുഡ് ഇത് എന്ന് ചോദിക്കും.
അപ്പൊ അഞ്ജലി എന്ത് ചെയ്യും? അമൃതയുടെ പാത്രം എടുത്ത് അഞ്ജലിയുടെ സ്ഥലത്ത് വെച്ചിട്ട് വർഷയുടെ ഉപ്പ് വാരിയിടും. അറ്റ് ദ സെയിം ടൈം മായാവതി നമ്മുടെ വർഷേനോട് പറയും, അമൃത നിനക്ക് ടേസ്റ്റ് കുറച്ചുണ്ടാക്കിയിരിക്കുക, നീ ഒരു കാര്യം ചെയ്യ്, പോയി അമൃതയുടെ ഉപ്പ് വാരിയിടാൻ പറയും. നല്ല ഒന്നാം തരം ഫ്രൈഡ് റൈസ് ആയിരുന്നു, അതിൽ ഉപ്പ് വാരിയിട്ട്. വെടി ആരാ പൊട്ടിക്കാൻ പോകുന്നെന്ന് കാണാലോ. ഇനി വിധി നിർണയമാണ്. അഞ്ജലി ജയിക്കുന്നതാണ് അഞ്ജലിയുടെ മനസ്സിലിട്ട. പക്ഷെ ആദ്യം നമ്മുടെ വർഷ വിളമ്പും. ഇങ്ങനെയാണോ നിന്റെ അമ്മ ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്? യോ നോട്ട് ദ പോയിന്റ്. മോളെ അഞ്ജലി, അഞ്ജലിയുടെയും കൊള്ളില്ല. എന്താ ഉമ്മർല ദേവി സ്വന്തം മകളെ ഇങ്ങനെയാണോ പഠിപ്പിച്ചു വിട്ടാണ്? പക്ഷേ അമൃതയുടെ കഴിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറയും, ഓ സൂപ്പർ, 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും സൂപ്പർ, കിടിലം, വേറെ ലെവൽ. മറ്റൊരു രണ്ടുപേരും ഞെട്ടും, എടാ ഇതെങ്ങനെ? വേലക്കാരി ജാനു പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അർജുൻ ജനിച്ച അന്ന് മുതല് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നതല്ലേ ഇതൊക്കെ. അത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ ഉമർലാദേവി അർജുന്റെ ഡ്രസ്സ് മടക്കി വയ്ക്കായിരിക്കും. അപ്പൊ അമൃത പറയും, അമ്മ ഞാൻ ചെയ്യാം. ഉമർലാദേവിക്ക് ദേഷ്യം വരും. ഏത് മറ്റേ പൊസസീവ്നെസ്. ഉമർല പറയും, എന്റെ മകന്റെ കാര്യത്തിൽ നീ ഇടപെടുന്നോ? എനിക്കിത് മടക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എന്റെ പൊന്നമൃത, നിനക്ക് എന്ത് കാര്യമുണ്ട്? ഞാനൊക്കെ ആവണം. ഞാൻ പറയും, അമ്മ മടക്കിക്കോ, എന്തോരം വേണമെങ്കിലും മടക്കിക്കോ, ഒരു പ്രശ്നമില്ല. അത്രയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ അർജുൻ വരും. അപ്പൊ മുത്തശ്ശി ഐഡിയ പറഞ്ഞു ടൈ വരാൻ. അമൃത ടൈ വരാൻ വേണ്ടി റെഡി ആയി നിൽക്കുമ്പോ തള്ള സമ്മതിക്കൂല. ഇതിനിടയ്ക്ക് അമൃതയ്ക്ക് പാര വെക്കാൻ വേണ്ടിട്ട് അഞ്ജലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ജ്വല്ലറിയിൽ വിളിച്ചു പറയും, ഞാൻ അമൃത ദേശായി ആണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഡയമണ്ട് നെക്ലേറ്റ് ഇങ്ങോട്ട് കൊടുത്തു വിടണം. കേസരി കിട്ടിയ വയറ് ഫുള്ളാക്കിയിട്ടേ അവൻ സീറ്റിൽ നിന്ന് എഴുന്നേക്കാറുള്ളൂ. ഉമ്രദേവി സീനാട്ടാ അർജുന് വേണ്ടിട്ട് എന്തോ കേസരി ഉണ്ടാക്കുന്നതേ അവൻ കഴിക്കാറുള്ളൂ. അത് അവന്റെ കുറ്റമല്ലല്ലോ. മമ്മൂക്കയുടെ ഡ്രൈവർ പോലെയാണ് ഈ വീട്ടിലെ വേലക്കാരി ജാനു സിസിലി ചേച്ചിയുടെ ലൈഫ്. ഒന്നും ഉണ്ടാക്കണ്ട. അർജുനുള്ളത് ഉമ്രല ഉണ്ടാക്കിക്കോളും, ബാക്കിയുള്ളവർക്കൊക്കെ അമൃത ഉണ്ടാക്കിക്കോളും, പിന്നെ മറ്റേ മധുമതി ഉണ്ടാക്കിക്കോളും. വേലക്കാരി ജാനുവിന് ഇങ്ങനെ ഇരുന്നാൽ മതി. കേസരി ഉണ്ടാക്കുന്നു, അർജുൻ കഴിക്കുന്നു, നല്ല അഭിപ്രായം പറയുന്നു. പക്ഷെ നമ്മുടെ മുത്തശ്ശി അതിനും വലിയ ബുദ്ധിമതിയാ. മുത്തശ്ശി എന്ത് ചെയ്യും? അമൃത ഉണ്ടാക്കിയ ഭക്ഷണം അർജുൻ കഴിക്കണ്ടേ? അതുകൊണ്ട് അമൃതേനോട് പറയും, നീ ഒരു കാര്യം ചെയ്യും, നീ കേസരി ഉണ്ടാക്ക്, ഉമ്ര ഉണ്ടാക്കി നമുക്ക് മാറ്റി വെക്കാം. ഏത് ബുദ്ധി? അമ്മേ ഗംഭീരായിരിക്കുന്നു. അമ്മ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ ഗംഭീരായിട്ടുണ്ട്. അർജുൻ ഒരു കോട്ട തന്നെ. ഉമ്രദേവി ലൈക്ക് എല്ലാരും ഹാപ്പി. അമൃത ഹാപ്പി, ഉമ്രല ഹാപ്പി, അർജുൻ ഹാപ്പി, വീട്ടുകാർ മൊത്തം ഹാപ്പി, മുത്തശ്ശി ഹാപ്പി, നമ്മളും ഹാപ്പി, നിങ്ങളും ഹാപ്പി. അടിപൊളിയോട് അടിപൊളിയാ. മുത്തശ്ശിയാണ് റിയൽ ഹീറോ. അമ്മേ കുറച്ചുകൂടി വേണം. ഈ പ്ലേറ്റിന്റെ ഇപ്പുറത്തെ പ്ലേറ്റിൽ ഈ സാധനം ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയണേ, എനിക്ക് ഇനിയും വേണം. ഇവനെന്താ കുഞ്ഞാവിയാ? എനിക്ക് അറിയാൻ പാടില്ലെന്ന് ചോദിക്കാ. ഇങ്ങനെ കൈ ഇവിടം വരെ നീളൂല്ലേ? നിനക്ക് അതങ്ങോട്ട് എടുത്ത് കഴിച്ചാ പോരെ? ഒരാൾ വിളമ്പാൻ എന്തിനാ? വിളമ്പി കൊടുത്താൽ അവന് ഇറങ്ങും. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അമ്മ ഉണ്ടാക്കുന്നതല്ലാതെ ഒന്നും ഞാൻ കഴിക്കില്ല. അർജുൻ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, ഞാൻ ഭയങ്കര ബുദ്ധിമാനാ. അമൃത പൊട്ടൻ, ലോക പൊട്ടൻ. മുത്തശ്ശിയുടെ പൈങ്കിളി റൊമാൻസിന്റെ ട്രിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. മതിയെന്നാ പറഞ്ഞേക്കുന്നത്. ശരി മേഡം. അത് ഇവൻ എസ്കലേറ്റും കൊണ്ട് മറ്റേ പുള്ളി വരും. അയാൾ കൊണ്ടുവരുന്ന സാധനം അഞ്ജലി ഒപ്പിട്ട് വാങ്ങിയിട്ട് അമൃതയ്ക്ക് കൊണ്ടേ കൊടുത്തിട്ട് പറയും, അമൃത ഇത് നിന്റെ ഏട്ടൻ, എന്റെ ഏട്ടൻ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഗിഫ്റ്റ് ആണ്, നീ ഇതിട്ട് നിൽക്കണം. മണ്ടി അമൃത വാങ്ങിച്ചിട്ട് കഴുത്തിലങ്ങോട്ട് അണിയും. ജുവലറിയുടെ 7.5 lakhs ബില്ല് വന്നിട്ടുണ്ട്, ചെക്ക് കൊടുക്കട്ടെ? ജ്വല്ലറിന്ന് ബില്ല് കൊണ്ടേ അർജുന് കൊടുക്കും. 7 ലക്ഷം രൂപ അടക്കി സാറേ, ഞങ്ങളുടെ മാല വാങ്ങിച്ചു. ജുവലറിന്നോ? അതെ സർ. ഇതറിഞ്ഞ അർജുൻ, ഈശ്വര 7 ലക്ഷം രൂപയുടെ മാല, ഞാൻ പോലും ഇതുവരെ ഒരു മാല വാങ്ങിച്ചിട്ടില്ല. നീ ആഭരണം വാങ്ങിയായിരുന്നോ? വാങ്ങിയോന്നാ ചോദിച്ചത്. അർജുൻ വീട്ടിൽ വരുന്നു, അമൃതേനെ 2 ചീത്ത പറയുന്നു, ഒരു ഒറ്റയടി പറയുന്നോ? അമൃത ഇരുന്ന് കരയുന്നു. ഓ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അമൃത എനിക്ക് സമ്മാനമായിട്ട് വാങ്ങി കൊടുത്തയച്ചതാന്നാ പറഞ്ഞത്. ശരിക്കും? പിന്നെ നിന്നെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലം ഈ ജന്മത്തിലുണ്ടാവില്ല. ഈ ജന്മത്തിലുണ്ടാവില്ല. ഓ ശീതൾ. ശീതൾ അവളല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ മനസ്സിലുണ്ടാവില്ല. അതെനിക്ക് ആ കാറ് നിർത്തിയപ്പോ നിന്റെ മോൻ കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഇതെല്ലാം കേട്ടു നിന്ന് അമൃത എന്താ ചെയ്തെന്നറിയോ നിങ്ങൾക്ക്? കരയും, അല്ലാതെ എന്ത് ചെയ്യാനാ മിണ്ടാ പ്രാണി, ഒരു സാധു.